പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങൾക്കായി ഒരു സദ്വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത്. 2025 ജനുവരി 1 മുതൽ 365 തലക്കെട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വർഷം മുഴുവൻ പ്രാർത്ഥിച്ച് ധ്യാനിക്കാനുള്ള വചനങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ ഒരു തലക്കെട്ടും അതുമായി ബന്ധപ്പെട്ട വചനങ്ങളും അയച്ചു തരുന്നതായിരിക്കും. വചനങ്ങൾ കേട്ട് ധ്യാനിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുക. നന്ദി. ദിവസം 2. കഴിവ്. യെശയ്യാവ് 40 വചനം 31. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദാനിയേൽ 3 വചനം 17. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ദാനിയേൽ 4 വചനം 18. നെബൂഖദ്നേസർ രാജാവായ ഞാൻ ഈ സ്വപ്നം കണ്ടു. എന്നാൽ ബേൽശസ്സറെ, എൻ്റെ രാജ്യത്തിലെ വിദ്വാൻമാർക്ക് ആർക്കും അതിൻ്റെ അർത്ഥം അറിയിപ്പാൻ കഴിയായ കൊണ്ട് നീ അതിൻ്റെ അർത്ഥം അറിയിച്ചു തരേണം. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുള്ളതുകൊണ്ട് നീ അതിന് പ്രാപ്തനാകുന്നു. ദാനിയേൽ 6 വചനം 20. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. 1 കൊരിന്ത്യർ 12 7 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. 1 കൊരിന്ത്യർ 12 27 മുതൽ 31 വരെയുള്ള വചനങ്ങൾ. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറായി അവയവങ്ങളുമാകുന്നു. ദൈവം സഭയിൽ 1 അപ്പോസ്തലന്മാർ, 2 പ്രവാചകന്മാർ, 3 ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവർത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ, ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ. ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആമേൻ.